നീ സങ്കടപ്പെടേണ്ട കേട്ടോ. സുമംഗലിയായിട്ടെ നീ ഇവിടെ നിന്നിറങ്ങും. അത് മുത്തശ്ശി നിനക്ക് തരുന്ന ഉറപ്പാ. മുത്തശ്ശി, ഞാൻ ചേച്ചി അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്കറിയാം. മുത്തശ്ശന് അതൊന്നും അറിയില്ല, അറിയേണ്ട കാര്യമില്ല. എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചതിന് ഇവളും അനുഭവിക്കണം. അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തേ. ശ്രീനാഥുമായുള്ള ചേച്ചിയുടെ കല്യാണം മുടക്കാൻ ഞാൻ പലതും ചെയ്തു. എന്റെ ചേച്ചിയെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഓരോ തവണ ഇവളെ ഇടയ്ക്ക് വന്ന് കയറി എന്റെ പ്ലാനുകളെല്ലാം കുഴപ്പിച്ചത് ഇവളാ. എന്റെ ചേച്ചിയുടെ ജീവിതം കൈവിട്ടു പോയതുപോലെ ഇവളുടെ ജീവിതം നശിക്കണം. അതെന്റെ വാശിയാ, പ്രതികാരമാ. അതുകൊണ്ടാ കുമാറിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ഞാൻ മുത്തശ്ശനോട് പറയായിരുന്നത്. അതിലെനിക്ക് ഒരു കുറ്റബോധവുമില്ല, കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചതിന് മാളു അനുഭവിക്കണം, അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ പേരില് എന്നെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കാന്ന് ആരും കരുതണ്ട. ഇല്ല മുത്തശ്ശ, ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണത്തിന് നിന്ന് തരില്ല. ഇത് എന്റെ ജീവിതമാ. മുത്തശ്ശൻ ഇതില് മുത്തശ്ശി ഇതിൽ ഇടപെടണ്ട. മോനെ ആദി, ശ്രീകുട്ട, ആദ്യം എന്തൊക്കെയാടെ വിളിച്ചു പറഞ്ഞ്? അമൃതമോൾക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നോ? അമ്മേ, അങ്ങനെയൊന്നുമില്ല. ഇല്ലെന്ന് നീ പറഞ്ഞാ മതിയോ? ജലചേച്ചി, ഇതിലെന്തോ കുഴപ്പമുണ്ട്. എന്റെ പൊന്നമ്മായി ഒരു കുഴപ്പവും ഇല്ല. ആദ്യ അമൃതയുടെ അനിയനല്ലേ, ചേച്ചിയുടെ ലൈഫിനെ കുറിച്ച് ചില ആഗ്രഹങ്ങൾ അവനും ഉണ്ടായിരുന്നിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ മാളുവിന്റെ കാര്യത്തിൽ ഏട്ടനായി എനിക്ക് ചില സങ്കല്പങ്ങളില്ലേ, അതുപോലെ അതൊക്കെ നടക്കാതെ വന്നപ്പോൾ ഉള്ള സങ്കടമാണ് ആദിക്ക് ദേഷ്യമായിട്ട് പുറത്തു വന്നത്. പയ്യനല്ലേ, അത്രയ്ക്കുള്ള പക്വത ആയിട്ടില്ല. നിങ്ങളതൊന്നും കാര്യാക്കണ്ട. എന്നാലും മോനെ, അമ്മേ, അമൃതയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം നമ്പ്യാർ സാർ നടത്തുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അമൃത പൂർണ്ണ മനസ്സോടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അതിലാർക്കും ഒരു സംശയം വേണ്ട. ഒരുമിച്ച് ജീവിക്കുന്നത് അമൃതയും ശ്രീകുട്ടനും അല്ലേ? അമൃതമോളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ആദ്യം അറിയുന്നത് ശ്രീകുട്ടനായിരിക്കില്ലേ? എന്റെ രാമവരത്തമ്മേ, ഇപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വീണത്. അമ്മേ, കണ്ണുറക്കമ്മേ. അമ്മേ, ഈ വെള്ളം കുടിച്ചേ. അമ്മേ, കേൾക്കുന്നുണ്ടോ? വെള്ളം കുടിക്കമ്മേ. അമ്മേ, കേക്കാമോ അമ്മേ? അമ്മേ, ഓക്കെ ആയോ അമ്മേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. രാജാ, വണ്ടി ഇറക്കാൻ പറ, ആശുപത്രിയിലേക്ക് പോവാം. വേണ്ട, എനിക്ക് എങ്ങോട്ടും പോവണ്ട.
മോളെ മോളെ നീ വിഷമിക്കരുത്. എന്റെ കൊച്ചുമോൻ കാരണം നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ദേ, നീ സങ്കടപ്പെടേണ്ട കേട്ടോ. സുമംഗലിയായിട്ടെ നീ ഇവിടെ നിന്ന് ഇറങ്ങൂ. അത് മുത്തശ്ശി നിനക്ക് തരുന്ന ഉറപ്പാ. മുത്തശ്ശി, ഞാൻ അമ്മേ, അമ്മ എഴുന്നേക്കണ്ട. എനിക്ക് അവനോട് സംസാരിക്കണം. എന്നെ ആരും തടയണ്ട. അമ്മ മുത്തശ്ശി ഇപ്പൊ സംസാരിക്കണ്ട. മുത്തശ്ശി ഒന്ന് വിശ്രമിക്ക്. ആദി, നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാ. ഒരു പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നീ മനഃപൂർവ്വം ശ്രമിച്ചു. അതിപ്പോ എന്ത് കാരണത്തിന്റെ പേരിലായാലും ശരിയായില്ല. ചെയ്യാൻ പാടില്ലായിരുന്നു മോനെ. മാളു നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചു എന്ന് നീ പറഞ്ഞാ മതിയോ? അതിനാണോ നീ ഈ പാവത്തിനെ കുറ്റക്കാരിയാക്കിയത്? നീ തന്നെ പറഞ്ഞില്ലേ അമൃതയുടെ കല്യാണം മുടക്കാൻ നീ പലതും ചെയ്തുന്ന്. ഓരോ തവണയും ഈ കുട്ടി ഇടയിൽ കയറി തടഞ്ഞൂന്ന്. ഒരു കല്യാണം മുടക്കുന്നത് ഒരാളുടെ ജീവിതം രക്ഷിക്കലാണെന്ന് നീ എങ്ങനെയാ തീരുമാനിച്ചത്? മുത്തശ്ശി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അമൃതയുടെ കാര്യത്തിൽ നിന്റെ മുത്തശ്ശനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പലതും മുന്നിൽ കണ്ടിട്ടാ അദ്ദേഹം ആ തീരുമാനം എടുത്തത്. ജീവിതം ഒരുപാട് കണ്ട മനുഷ്യനാ നിന്റെ മുത്തശ്ശൻ. അനുഭവത്തിന്റെ പിൻബലത്തിലാ നിന്റെ മുത്തശ്ശൻ ഓരോ തീരുമാനവും എടുക്കുന്നത്. അമൃതയും ശ്രീനാഥും ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ ജീവിതം തെറ്റാണെന്നും അമൃതയുടെ ജീവിതം നശിച്ചുവെന്നും ഇപ്പോഴേ തീരുമാനിക്കാൻ നിനക്ക് എങ്ങനെയാ കഴിഞ്ഞേ?